വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു പ്രിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ പിരമിഡിന്റെ സെക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഹെക്സഗണൽ pyramid of base side 25 mm and axis 60 mm rests on its base on HP with two base edges perpendicular to VP. It is cut by a plane perpendicular to VP and inclined at 30 degree to HP, meeting the axis at 25 mm from the vertex. Draw the elevation, sectional plan and true shape of the section. What is the maximum true length of the side in the section of the pyramid? ഇപ്പൊ നേരത്തെ പോലെ സെയിം ഡാറ്റാസ് ഒക്കെ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അഡീഷണലി കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് മാക്സിമം ലെങ്തും മാക്സിമം വിഡ്ത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ നമ്മൾ നോക്കിയില്ല. അതെങ്ങനെയാണ് നോക്കുന്നതെന്നും കൂടെ പറയുന്നതിന് മുമ്പ് ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതിന്റെ അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ മാക്സിമം ലെങ്തും മാക്സിമം വിഡ്ത്തും ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ട്രൂ ഷേപ്പിന്റെ മാക്സിമം ലെങ്ത് ആണ്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ മാക്സിമം ലെങ്ത് ആയിട്ട് എടുക്കുക. ഇതാണ് മാക്സിമം ലെങ്ത്. നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്നത് ഓൾമോസ്റ്റ് ഒരു 61 റേഞ്ചിലാണ് കിട്ടുക. ഇപ്പൊ മാക്സിമം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, നമ്മൾ എഴുതണം മാക്സിമം ലെങ്ത് ഓഫ് ദ സെക്ഷൻ, അല്ലെങ്കിൽ മാക്സിമം ജസ്റ്റ് മാക്സിമം ലെങ്ത് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയ 61 ആണ്. അപ്പൊ 61 mm എഴുതാം. അതുപോലെ തന്നെ മാക്സിമം വിഡ്ത്തും ചോദിച്ചിട്ടുണ്ട്. മാക്സിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോർഷനിലിടയ്ക്കുള്ള വിഡ്ത്താണ് വരിക. ഓക്കെ, അപ്പൊ നമുക്കിത് കിട്ടുന്നത് ഏകദേശം 43 എന്നുള്ള റേഞ്ചിലാണ് വിഡ്ത്ത് കിട്ടുക. മാക്സിമം ലെങ്ത് എഴുതുക, വിഡ്ത്ത് ഈക്വൽ ടു 43 mm. ഓക്കെ, ഇത്രയും കൂടെ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളത് വിട്ടുപോയതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മാക്സിമം ലെങ്തും മാക്സിമം വിഡ്ത്തും. അപ്പൊ അത് രണ്ടും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല, എഴുതി വെച്ചിരുന്നാലും മതി. മാക്സിമം ലെങ്ത് ഈക്വൽ ടു 61 എന്നുള്ള, മാക്സിമം വിഡ്ത്ത് ഈക്വൽ ടു 43 എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹെക്സഗണൽ പിരമിഡ് ആണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബേസ് ഫിക്സ് ചെയ്യാനുള്ള കണ്ടീഷൻ ഏതാണെന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസ് ഓൺ HP വിത്ത് 2 ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു VP എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതാണ് കണ്ടീഷൻ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബേസ് ഫിഗർ ഫിക്സ് ചെയ്യേണ്ടത്. ബേസ് സൈഡ് 25 ആണ്, ആക്സിസ് 60 ആണ്. അപ്പൊ കുറച്ച് താഴെ നിന്ന് നമുക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് മുകളിൽ കുറച്ച് സ്പേസ് വേണ്ടോണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എക്സെല്ലാം വരയ്ക്കുക. നമുക്ക് പറഞ്ഞിരിക്കുന്നത് വിത്ത് 2 ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു VP. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു VP ഒരു ബേസ് എഡ്ജ് വരച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് സർക്കിൾ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ സർക്കിളിനകത്ത് എക്സാം വരയ്ക്കുന്നത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഹെക്സൺ വരയ്ക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ആ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. 25 mm ആണ് ഹെക്സണിന്റെ ബേസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 25 mm റേഡിയസിൽ സർക്കിൾ വരയ്ക്കണം. അപ്പം ഇത് നമുക്കവിടെ സ്പേസ് കിട്ടാതെ നമുക്ക് എക്സലൈൻ കുറച്ചുകൂടെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കാരണം അത്ര കുറച്ചുകൂടെ സ്പേസ് വേണം നമുക്ക്. സർക്കിൾ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എക്സലൈൻ കുറച്ചുകൂടെ മുകളിലേക്ക് എടുക്കാം. പിന്നെ പാരലായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ട് എക്സലൈൻ ഓക്കെ, എക്സലൈൻ കിട്ടി. നമ്മൾ 25 mm റേഡിയസ് എടുത്ത് സർക്കിൾ മാർക്ക് ചെയ്തു. 25 mm ആണ് ബേസ് സൈഡ്. നമുക്ക് വേണ്ടത് 2 ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു VP ആണ്. പെർപെൻഡിക്കുലർ ടു VP ബേസ് പറഞ്ഞെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ടു VP ഡയമീറ്റർ എടുത്തിട്ട് വേണം പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ടു VP ഡയമീറ്റർ എടുത്ത് പോയിന്റ്സ് മാർക്ക് ചെയ്തു. നമ്മൾ നേരത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതുപോലെ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുക. ആറ് പോയിന്റ്സ് കിട്ടി. 6 പോയിന്റ്സ് ജോയിൻ ചെയ്ത് എക്സാം വരയ്ക്കാം.
ഇപ്പൊ ഹെക്സാൺ വരച്ചു. ഈ ഹെക്സാണിന്റെ 2 ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു VP ആണ്. അപ്പൊ ഇതാണ് ഹെക്സാണിന്റെ പൊസിഷൻ. അത് ഫിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അറിയേണ്ടത് ഫ്രണ്ട് വരിക പിരമിഡ് ആണ്. അപ്പൊ നമുക്ക് കാണാം ടോപ്പ് ഇവിടെ നമുക്ക് തൽക്കാലം ടോപ്പിലെ പോയിന്റ്സ് നമുക്ക് ഡാർക്ക് ആക്കണ്ട, കാരണം നമുക്കിവിടെ സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് തിന്നായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് വരയ്ക്കാം. നേരെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് പോകും. ഫ്രണ്ടിൽ നേരത്തെ ചെയ്ത പോലെ തുടക്കത്തിൽ ഡാർക്ക് ആക്കാൻ പാടില്ല, ഡാർക്ക് ആക്കാതെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ആക്സിസിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ആക്സിസ് ഹൈറ്റ് 60 mm ആണ്. ഇപ്പോൾ ഇവിടെ നേരെ 60 mm മുകളിലേക്ക് ആക്സിസ് മാർക്ക് ചെയ്യാം. ആക്സിസ് മാർക്ക് ചെയ്തു. ദെൻ ആ ഒരു ഫ്രണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ലൈറ്റ് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഡാർക്ക് ആക്കാം. ഓക്കെ, ഫ്രണ്ട് ടോപ്പ് കഴിഞ്ഞു. ദെൻ ഇത് നെയിം ചെയ്യാം. പെട്ടെന്ന് നെയിം ചെയ്യാം. AB ഒറ്റ ബേസേ ഉള്ളൂ. ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ പെർപെൻഡിക്കുലർ ടു VP ആണ്, ഓൾറെഡി പറഞ്ഞു. 30 degree to HP ആണ്. മീറ്റിംഗ് ദ ആക്സിസ് 25 mm ഫ്രം ദ വെർട്ടെക്സ്. ഇതാണ് വെർട്ടെക്സ്. വെർട്ടെക്സിന് 25 mm ഡിസ്റ്റൻസിൽ. ഓക്കെ, ഇപ്പോൾ വെർട്ടെക്സിന് 25 mm ഡിസ്റ്റൻസിൽ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ 1 2 25 ഇവിടെ മീറ്റ് ചെയ്യുന്നു. ദെൻ ആംഗിൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ഇപ്പം ഇതുവഴി പാസ് ചെയ്തോണം. ആംഗിൾ പറഞ്ഞിരിക്കുന്നത് 30 degree ആണ്. നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ നേരത്തെ ക്വസ്റ്റിനിൽ പറഞ്ഞു എന്തൊക്കെയാണ് ഇത് ക്വസ്റ്റിനിൽ ജനറലി കാണുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് പാസ് ചെയ്യുന്ന പോയിന്റ് വേണം, ആംഗിൾ വേണം. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു 25 mm ഡിസ്റ്റൻസ്. ദെൻ ആംഗിൾ 30 degree ആംഗിളിലാണ് വരയ്ക്കേണ്ടത്. അത് സെക്ഷൻ പ്ലെയിൻ കിട്ടി. നേരത്തെ പറഞ്ഞ സെക്ഷൻ പ്ലെയിൻ്റെ അതേ രീതിയിൽ നൊട്ടേഷൻ കൊടുക്കും. ഒരു ലോങ് ലൈൻ, ഷോർട്ട് ലൈൻ, ലോങ് ലൈൻ, ഷോർട്ട് ലൈൻ, ലോങ് ലൈൻ എന്നുള്ള രീതിയിൽ. എന്നിട്ട് എൻഡിലെ ലൈൻസ് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഡാർക്ക് ആക്കണം. രണ്ട് എൻഡിലെ ലൈൻസ് ഡാർക്ക് ആക്കി പെർപെൻഡിക്കുലർ ടു VP ആണ് നമ്മൾ വെർട്ടിക്കൽ ട്രേസിന്റെ PT നമ്മുടെ ഡിനോട്ട് ചെയ്യാം. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ഡയമെൻഷൻസും ഇവിടെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ആംഗിൾ എത്രയാണ് ഡയമെൻഷൻ ചെയ്യണം. 30 degree. അതുപോലെ ഈ ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നത് പ്രീവിയസ് വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഗിവൺ ഡേറ്റാസ് ആണ് ഡയമെൻഷൻ ചെയ്യുന്നത്. ഇവിടെ ഗിവൺ ആണ് ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ. നേരത്തെ ക്വസ്റ്റ്യൻ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് ചെയ്യണം. 25 ആയിരുന്നു ക്വസ്റ്റ്യനിൽ. പിന്നെ നമുക്ക് ഇതിന്റെ ബേസും ഹൈറ്റ്, നോർമലി ഇതിന്റെ ഹൈറ്റ് എത്രയാണ്, ബേസ് എത്രയാണ്, അതോടെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഡയമെൻഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് സെക്ഷൻ പ്ലെയിൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്ഷൻ പ്ലെയിനിന്റെ മുകളിലെ പോർഷൻ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. അവിടെ ഡോട്ടഡ് ലൈൻസ് വരച്ചു. ദെൻ താഴോട്ടുള്ള പോർഷൻസ് ഡാർക്ക് ആക്കി വരയ്ക്കുക. ഇപ്പോൾ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയി. പോർഷൻസ് ഡോട്ടഡ് ലൈൻ, താഴെ ഡാർക്ക്. നമുക്ക് വേണ്ട സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് മുമ്പ് സെക്ഷൻ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് OA കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് 1'. ദെൻ OF ഉണ്ട്, വിസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ആ പോയിന്റ് എടുക്കുന്നില്ല. ദെൻ വിസിബിൾ ആയിട്ടുള്ള നോക്കുമ്പോൾ OB കട്ട് ചെയ്യുന്ന പോയിന്റ് 2', OC കട്ട് ചെയ്യുന്ന പോയിന്റ് 3'. സർക്കിൾ അറൗണ്ട് ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് OD. ഇവിടെ വിസിബിൾ ആയിട്ടുള്ള 3 പോയിന്റ് കഴിഞ്ഞു. ഹിഡൻ ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ്. OD കട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ 4'. അതുപോലെ ഇവിടെ വരുമ്പോൾ OE 5'. ദെൻ OF വരുമ്പോൾ 6'. ഇങ്ങനെ 6 സെക്ഷൻ പോയിന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കണം. പ്രശ്നമായിരുന്നെങ്കിൽ സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നീടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എവിടെ നോക്കുക. 1 എന്നുള്ള പോയിന്റ് OA കട്ട് ചെയ്യുന്ന പോയിന്റാണ് 1. അപ്പോൾ അത് നേരെ താഴെ ടോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ OAയിലേക്ക് വേണം ഡ്രോപ്പ് ചെയ്യാൻ. നേരെ താഴെ ടോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ OA എന്നുള്ള പോയിന്റ് ഉണ്ട്, അവിടേക്ക് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ OFലെ പോയിന്റ് ആണ് 6. അത് നേരെ താഴേക്ക് കഴിയുമ്പോൾ OFലേക്ക് വേണം വയ്ക്കാൻ. അപ്പോൾ OAയിലേക്ക് ഫസ്റ്റ് 1 എന്നുള്ള പോയിന്റ് OA എന്നുള്ള ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് കിട്ടുക. അപ്പോൾ ഈ പോയിന്റ് ആണ് 1. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് OFലാണ് 6. 1 കിട്ടി, OFൽ നോക്കുമ്പോൾ 6 കിട്ടി.
പിന്നെ സെൻട്രൽ പോയിന്റ് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം, എങ്ങനെയാണെന്ന് പറയാം. അതിന് മുമ്പ് ഈ പോയിന്റ് ഇത് OC OD നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പം OCയിലേക്കും ODയിലേക്കും വേണം ഡ്രോപ്പ് ചെയ്യാനായിട്ട്. നേരെ താഴേക്ക് വരച്ചു. OCയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 3, ODയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 4. ഇത് നമുക്ക് വേണ്ട 2ഉം 5ഉം ആണ്. 2ഉം 5ഉം വരയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, നമുക്ക് നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ആക്സിസിലുള്ള പോയിന്റ് ആണ്, നേരെ താഴേക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഈ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യുക, ഒന്നെങ്കിൽ ഈ ലൈനിലോട്ടോ ഈ ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് നേരെ ഒരു ലൈറ്റ് ലൈൻസ് വേണം വരയ്ക്കുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. അതായത് ഇപ്പോൾ 2, 5 എന്നുള്ള പോയിന്റ് ഇവിടെ നിന്ന് നേരെ ഹൊറിസോണ്ടൽ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ അത് OA അല്ലെങ്കിൽ OFലെ പോയിന്റായി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനി നേരെ OF അല്ലെങ്കിൽ OAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, OFൽ ഇപ്പോൾ ഇവിടെയായി ആ പോയിന്റ്. നമ്മൾ ഇതിന് നേരെ ഹൊറിസോണ്ടലി വേറൊരു ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. OBയിലാണെങ്കിൽ അത് നമ്മൾ OAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. OAയിലെ പോയിന്റാണ് നേരെ താഴെ OA അല്ലെങ്കിൽ OF. ഓക്കെ, നേരെ താഴെ OFലേക്ക് എടുത്തപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ ആക്ച്വലി OBയിലെ OEയിലാണ്. അപ്പോൾ അത് OBയിൽ OEയിലാക്കാൻ വേണ്ടി O തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കാം. എന്നിട്ട് മുകളിൽ ആർക്ക് കട്ട് ചെയ്യണം, താഴെ ആർക്ക് കട്ട് ചെയ്യണം. അപ്പോൾ മുകളിൽ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും 5, താഴെ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും 2. ഇങ്ങനെയാണ് ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്സ് ടോപ്പ് വ്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് റൈറ്റിലോ ലെഫ്റ്റിലോ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് ആ പോയിന്റ്സ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ OFലേക്ക് മാറ്റി, ദെൻ OFന്റെ ടോപ്പ് വ്യൂയിലേക്ക് മാറ്റി, ദെൻ ആ ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ആ പോയിന്റ് ലൊക്കേറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് നമുക്ക് ആക്ച്വലി വേണ്ട പോയിന്റ് അല്ല, കൺഫ്യൂഷൻ ആവാതെ ഈ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കാണാൻ പാടില്ല, ഫൈനൽ പോയിന്റ് അല്ല അത്. നമ്മൾ അതുകൊണ്ട് നമ്പർ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ 6 പോയിന്റ്സ് കിട്ടി. 6 പോയിന്റ്സ് നമ്മൾ ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. 6 പോയിന്റ്സ് കിട്ടി. സെക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹാച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്യാം. ദെൻ ബാക്കി പോർഷൻ നമുക്ക് ഡാർക്ക് ആക്കാം. അതായത് ഇവിടെ നിങ്ങോട്ടുള്ള വിസിബിൾ ആയിരിക്കും, കട്ട് ചെയ്തിട്ടില്ല. സോ അത് നമുക്ക് ഡാർക്ക് ആക്കി വരയ്ക്കാം. അകത്തേക്കുള്ളത് ഡോട്ടഡ് ആണ്. സെക്ഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഡോട്ടഡ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, വരയ്ക്കുന്നുണ്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷന് ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ ആയി, സെക്ഷൻ ടോപ്പ് വ്യൂ ആയി. ഇനി നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ട്രൂ ഷേപ്പ് ആണ് വരയ്ക്കുന്നത്. ട്രൂ ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ്. ഇതിന് പാരലായിട്ട് വേറൊരു റെഫറൻസ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക, നെയിം ചെയ്യുക X1 Y1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ X1 Y1ലേക്ക്, ഇതെല്ലാം നേരത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. X1 Y1ലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. 3 എടുത്തതാണ് സെക്ഷൻ ലൈൻ പാസ് ചെയ്യുന്നത്. ടോട്ടൽ 6 പോയിന്റ്സ് ഉണ്ട്, എന്നാലും നോക്കുമ്പോൾ 3 പോയിന്റേ ഉള്ളൂ. ഓക്കെ, സെക്ഷൻ പോയിന്റ്സ് നമ്മൾ പുതിയ റെഫറൻസ് ലൈനിലേക്ക് ലൈൻസ് മാർക്ക് ചെയ്തു. ദെൻ 1, 6 മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമുക്കറിയാം. XY ലൈൻ തൊട്ട് 1 വരെ ഡിസ്റ്റൻസ്. XY ലൈൻ തൊട്ട് 1 വരെ ഡിസ്റ്റൻസ് എടുക്കുക. 1ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുക. വണ്ണിന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ആ പോയിന്റ് ആണ് 1 എന്ന് പറയുന്നത്. ദെൻ 2 കിട്ടാൻ, 2 അല്ല, ആ ലൈനിൽ 6 ആണ് വരുന്നത്. 1 തൊട്ട് 6 വരെ ഡിസ്റ്റൻസ് എടുക്കുക. അതായത് XY ലൈൻ തൊട്ട് 6ന്റെ ടോപ്പ് വരെ ഡിസ്റ്റൻസ് എടുത്തു. ദെൻ ആ സെയിം പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുമ്പോൾ 6 എന്നുള്ള പോയിന്റ് കിട്ടി. 1 കിട്ടി, 6 കിട്ടി. ദെൻ അടുത്ത് 5 എടുക്കാൻ വേണ്ടി XY ലൈൻ തൊട്ട് 5ന്റെ ടോപ്പ് വരെ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. 5 കിട്ടി. ദെൻ 4 എടുക്കാം. XY ലൈൻ തൊട്ട് 4 ഡിസ്റ്റൻസ് എടുക്കുക. 4ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുക. 4 കിട്ടി. ഇത് 5, 4. ദെൻ 2 വേണം. XY ലൈൻ തൊട്ട് 2 വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. 2 എന്ന് പറയുമ്പോൾ ഈ പെർപെൻഡിക്കുലർ
അതിൽ മാർക്ക് ചെയ്യാം. ഇപ്പോൾ 2 കിട്ടി. ദെൻ സിമിലർലി നമുക്കിനി 3 വേണം. എക്സാലിൽ തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടുന്ന് മാർക്ക് ചെയ്യുമ്പോൾ 3 കിട്ടി. ഇങ്ങനെ നമുക്ക് അവിടെ 6 പോയിന്റ്സ് കിട്ടി. ഈ 6 പോയിന്റ്സും നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. റെഗുലർ ഹെക്സാൺ കിട്ടണമെന്നൊന്നുമില്ല, വേറെ ഷേപ്പ് ആയിരിക്കും കിട്ടുക. അതായത് നമ്മൾ ബേസിന് പാരലായിട്ട് കട്ട് ചെയ്താലാണ് റെഗുലർ ഹെക്സാൺ തന്നെ കിട്ടുക. ഇങ്ങനെയായിരിക്കും 6 പോയിന്റ്സ് കിട്ടുക. ഇവിടെ നമ്മൾ ഹാച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്യുക. ഇതാണ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്ഷണൽ ഫ്രണ്ട് കിട്ടി, സെക്ഷണൽ ടോപ്പ് കിട്ടി, ട്രൂ ഷേപ്പ് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ട്രൂ ഷേപ്പ് കൊടുത്തിരിക്കും. വാട്ട് ഈസ് ദ മാക്സിമം ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ് ഇൻ ദ സെക്ഷൻ ഓഫ് ദ പിരമിഡ്? അതായത് ഈ സെക്ഷനിലെ മാക്സിമം ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ്, അതായത് മാക്സിമം ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സൈഡ് ഉണ്ട്. ഇപ്പോൾ 6 സൈഡ്സ് ആണുള്ളത്. 6 സൈഡിൽ മാക്സിമം ലെങ്ത് എവിടെ കിട്ടുന്നത് നോക്കാം. മാക്സിമം കിട്ടുന്നത് ഇവിടെ ഒരു 13, ഇവിടെ ഒരു 15 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം ട്രൂ ലെങ്ത് ഇതായിരിക്കും. ഈ സൈഡാണ് 1, 2 എന്നുള്ള സൈഡാണ് മാക്സിമം ട്രൂ ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം, എഴുതാം. മാക്സിമം ലെങ്ത് ഓഫ് സൈഡ് ഇക്വൽ വേണേ 1, 2 എന്ന് കൂടി എഴുതാം. 1, 2 ഇക്വൽ ടു 14, 15 mm എന്നുള്ളത് കൂടെ മാർക്ക് ചെയ്യാം. അത്രയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഡയമെൻഷൻ ആണ്, ബേസിന്റെ ഡയമെൻഷനാണ്, ഹൈറ്റുള്ള ഡയമെൻഷനാണ്. വേറെ പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. നേരത്തെ ഡിഫറെന്റ് ആയിട്ട് വന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിലാണ്. പിന്നെ സെന്ററിലെ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു കേസും പറഞ്ഞു. ഏതൊരു ലൈനിലേക്ക് മൂവ് ചെയ്ത് ആ ലൈനിന്റെ ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ദെൻ കോമ്പസ് ഉപയോഗിച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രിസവും പിരമിഡും നോക്കി. ഇപ്പം ഇങ്ങനെയാണ് ജനറലി എല്ലാ ക്വസ്റ്റ്യൻസും വരും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ബേസ് കട്ട് ചെയ്തിട്ടില്ല, പിരമിഡിന്റെ ബേസ് കട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. അതായത് ഇവിടെ ബേസ് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, അതിന് പകരം കുറച്ചുകൂടെ താഴോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പെർപെൻഡിക്കുലർ ടു വി പിയുടെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ രീതിയിലായിരിക്കും വരിക. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, താങ്ക് യു.